യുക്തിവാദവും ഈശ്വര നിരീശ്വരവാദങ്ങളും. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് യുക്തിവാദവും ഈശ്വര നിരീശ്വരവാദവും എന്നത്. ഈശ്വരവാദികൾ വളരെ വിദ്വേഷത്തോടെയാണ് നിരീശ്വരവാദികളെ കാണുന്നത്. നിരീശ്വരവാദികൾ ഒരുതരം പുച്ഛത്തോടെ ഈശ്വരവിശ്വാസികളെയും കാണുന്നു. കൂടുതൽ ചിന്തിച്ചപ്പോൾ തോന്നിയത് രണ്ടു കൂട്ടരും ഒരുതരം ഇരുണ്ട മനസ്സിന്റെ ഉടമസ്ഥരാണെന്നാണ്. തുറന്ന മനസ്സുള്ള ഈശ്വരവാദി നിരീശ്വരവാദിയോ നിരീശ്വരവാദി ഈശ്വരവാദിയോ അല്ല. അവരെ യുക്തിവാദികൾ എന്നാണ് പറയേണ്ടത്. യുക്തിവാദി ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിനനുസരിച്ച് സ്വയം മാറേണ്ടതാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ തികഞ്ഞ നിരീശ്വരവാദികളോ നിഷേധികളോ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഈശ്വരവാദികൾ തികഞ്ഞ അന്ധവിശ്വാസത്തിലേക്കും കുത്തി വീഴുകയും ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ അംഗങ്ങളും എന്നതുപോലെ മതങ്ങളും ഒരു രാഷ്ട്രീയ സാമ്പത്തിക സിദ്ധാന്തം സ്വീകരിച്ച് പാർട്ടിയിൽ ചേരുന്ന ആൾ പാർട്ടി എല്ലാം ഉപേക്ഷിച്ചാലും ആ പാർട്ടിയിൽ തന്നെ പാർട്ടിയുടെ അടിമയായി തന്നെ വർത്തിക്കുന്നു ആയി കാണാം. തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് ഓട്ടം വരുമ്പോഴാണ് ആദർശത്തെക്കുറിച്ച് ഓർക്കുക തന്നെ. ഏത് പ്രസ്ഥാനത്തിലും ആദർശമല്ല സ്വാർത്ഥതയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകം എന്ന് വരുന്നു. ഈശ്വരവിശ്വാസികൾ ശരിക്കും ഈശ്വരവിശ്വാസികൾ എന്ന നിലയ്ക്കല്ല, മറിച്ച് മതവിശ്വാസികളായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ മതപരമായ കടുത്ത ചൂഷണത്തിന് വിധേയരാകുകയോ മറ്റുള്ളവരെ വിധേയമാക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിരീശ്വരവാദികൾ താരതമ്യേന ചൂഷണത്തിന് ആക്കുകയോ ചെയ്യുന്നില്ല. മതപരമായ ഈ ചൂഷണം ഇന്ന് കോടാനുകോടികളുടെ ബിസിനസ്സാണ്. ഇത് കണ്ട ശാസ്ത്രലോകം ഇതികർത്തവ്യാത മൂഢരായി സ്തംഭിച്ചു നിന്നു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, യുക്തിവാദികൾ തങ്ങളുടെ വാദത്തെ തികഞ്ഞ നിരീശ്വരവാദമായി മുദ്രകുത്തി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, ഒരു വസ്തു ഉണ്ടോ എന്ന് ശാസ്ത്രം പോലും ശങ്കിച്ചു നിൽക്കുമ്പോൾ ഇല്ല എന്ന് നിരീശ്വരവാദികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇവർ രണ്ടു കൂട്ടരും പരസ്പരം താറടിക്കുവാനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കുകയും ഇല്ല. രണ്ടു കൂട്ടരും യുക്തിവാദികൾ യുക്തിരഹിതമായി നിരീശ്വരവാദത്തിലേക്കും ഈശ്വരവാദികൾ അന്ധവിശ്വാസങ്ങളിലേക്കും വഴിതെറ്റിപ്പോകുന്നു സർവ്വസാധാരണമാണ്. യുക്തിവാദികൾ സ്വയം നിരീശ്വരവാദികളായി അവതരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിരീശ്വരവാദവും യുക്തിവാദവും ഒന്നാണ് എന്ന് താത്കാലികമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം തയ്യാറാക്കുന്നത്. ഒന്നാം ഭാഗം ഇവിടെ സമാപ്തം.